നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ സാധാരണ സംഘടിപ്പിക്കാറുള്ളത് ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാനും ഭക്തജനങ്ങൾക്ക് അതുവഴി പരമാവധി ഭക്തിയും അഭിവൃദ്ധിയും ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ RSSും CPMും മത്സരിച്ച് ക്ഷേത്രങ്ങളിലേക്ക് രാക്ഷസീയ ചിന്തകളെ കടത്തിവിടുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തിയുടെയും ആരാധനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറേണ്ടുന്ന ക്ഷേത്രങ്ങളെ ബോധപൂർവമായി സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കേസുകളുടെയും വഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള CPM BJP ദുഷ്ടലാക്കോടുകൂടിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഭരണഘടനാ വിശ്വാസികളും ഈശ്വര വിശ്വാസികളും ഒരേപോലെ ഏകസ്വരത്തോടു കൂടി പ്രതികരിക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ട്. കൊല്ലം ജില്ലയിലെ മാത്രം സ്പെസിഫിക് കേസുകൾ എടുക്കാം. കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക. പുഷ്പനെ ഇവർക്ക് അറിയാൻ പാടില്ല എങ്കിൽ ഇവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ക്ഷേത്രത്തിൽ മൈക്ക് സെറ്റും വെച്ച് ഭക്തജനങ്ങൾ ഭക്തിയുടെ ഭാഗമായി കടന്നു വരുമ്പോഴാണോ പുഷ്പനെ അറിയാമോ എന്ന് വിളിച്ചു ചോദിക്കേണ്ടത്? അതിനുശേഷം മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ഗണഗീതം ആലപിക്കുകയാണ്. ഇന്നലെ കാണുന്ന കാഴ്ച എന്താ? കൊല്ലം പൂരം എന്നറിയപ്പെടുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുടമാറ്റത്തിൽ ഹെഡ്ഗേവാർ ഈ രാജ്യത്ത് വിഭാഗീയ ചിന്തകൾ പടർത്തിയ ഒരാളുടെ ചിത്രം കുടമാറ്റത്തിന് ഉപയോഗിക്കുക. ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെന്ന് ആലോചിക്കണം. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ തോന്നിവാസങ്ങൾ നടത്താനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയാണോ ഈ പറയുന്ന ദേവസ്വം ബോർഡ്? ഇവിടുത്തെ വിശ്വാസികളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിനിമം ഡിമാൻഡുകൾ പോലും, അത് ആന എഴുന്നള്ളിത്താകട്ടെ, മേളമാകട്ടെ. ഇപ്പോൾ പാലക്കാട് നമുക്കറിയാം 10 മണിക്ക് ശേഷം ആരാധനാപരമായിട്ടുള്ളൊരു ശബ്ദവും പാടില്ല. ആരാധനാലയങ്ങളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ ഒരാരാധനാലയത്തിൽ നിന്നും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമത്തെ കർശനമായി പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. നമ്മൾ പലതവണ നമ്മളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം. 10 മണിക്ക് ശേഷവും ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെല്ലാം നിയമത്തിൻ്റെ തലനാഴിക കീറി പരിശോധിക്കുന്ന സംസ്ഥാന സർക്കാരിന്, പോലീസിന്, ദേവസ്വം ബോർഡിന് ഒന്നും ഈ രാഷ്ട്രീയ തോന്നിവാസങ്ങൾക്ക് ഇടം കൊടുക്കുന്നതിനകത്ത് ഇടപെടാനില്ലേ? എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ഗണഗീതം? എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പുഷ്പനെ അറിയാമോ പാട്ട്? എന്തിനാണ് കുടമാറ്റത്തിന് ഹെഡ്ഗേവാർ? അപ്പോൾ കേരളത്തിൽ CPM കടക്കൽ നമ്മൾ പറഞ്ഞു, തീക്കൊള്ളി കൊണ്ടാണ് CPM തലചൊറിയുന്നത്. അറിയാതെയല്ല, ബോധപൂർവമാണ്. കേരളത്തിൽ BJPക്ക് വഴിമരുന്നിടുന്ന പണി ഇനിയെങ്കിലും CPM അവസാനിപ്പിക്കണം. എങ്ങനെയാണ് ഗണഗീതം വരുന്നത്? എങ്ങനെയാണ് ഹെഡ്ഗേവാറിൻ്റെ കുടമാറ്റം ഉണ്ടാകുന്നത്? അതിനു മുൻപ് പുഷ്പനെ അറിയാമോ എന്ന് വിളിച്ചു ചോദിച്ചതുകൊണ്ടല്ലേ. BJP വളരാനുള്ള പണി ദയവ് ചെയ്ത് അത് കേരളം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJPയുടെ പുതിയ പ്രസിഡൻ്റൊക്കെ വന്ന് അത്യധ്വാനം ചെയ്യുകയാണെന്നാണല്ലോ പറയുന്നത്. ആ പണി BJPക്കാർക്ക് വിട്ടുകൊടുക്കുക. ദയവ് ചെയ്ത് BJPയെ വളർത്തുന്ന പണി CPM നേതൃത്വം അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള വളരെ സ്നേഹത്തോടു കൂടി ഒരു അഭ്യർത്ഥന പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ, വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ കലാപഭംഗിലമാക്കുവാൻ വേണ്ടി, BJPക്ക് ഇടം കൊടുക്കുവാൻ വേണ്ടി എങ്ങനെ ഹെഡ്ഗേവാർ വന്നു? എങ്ങനെ ഗണഗീതം വന്നു? എന്തിനാ പുഷ്പനെ തിരികെ കയറ്റിയത്? അപ്പോൾ BJPക്ക് കടന്നു വരാനുള്ള വഴി വെട്ടിക്കൊടുക്കുന്ന പണി, ആ വഴി വെട്ടി എന്ന പണി CPM ദയവ് ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അത് അപകടം പിടിച്ച കളിയാണ്. നാട്ടിൽ നമുക്ക് സെക്കുലറായിട്ട് പൊളിറ്റിക്സ് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാം. കോൺഗ്രസിനും CPMനും ഫൈറ്റ് ചെയ്യാം. അത് സെക്കുലർ ഫൈറ്റാണ്. നമുക്ക് ആ ഫൈറ്റ് തുടരാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ കമ്മ്യൂണൽ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകരുത് ഈ നാട്. BJP എത്രയൊക്കെ ഉയർത്തിയാലും ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഈ നാട്ടിൽ നിങ്ങൾ സ്കൂൾ കുട്ടികളോട് പോയിട്ട് 10 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആ കുട്ടികളെ കൊണ്ടൊന്ന് ഹെഡ്ഗേവാർ എന്ന് പറയിക്കാമോ? ബാലഗോകുലത്തിലെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ പറയത്തില്ലല്ലോ. അവർ പോലും പറയുമ്പോൾ മഹാത്മാഗാന്ധി എന്നും ജവഹർലാൽ നെഹ്റു എന്നും ആസാദ് എന്നും അല്ലേ, ഭഗത് സിംഗ് എന്നും രാജ്ഗുരു സുഖ്ദേവ് എന്നും ഒക്കെയുള്ള പേരുകളെ പറയത്തുള്ളൂ. അതല്ലാതെ ബാലഗോകുലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല.
അതില്ലാത്തൊരു സ്വാതന്ത്ര്യ സമര ചരിത്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.